കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നലെ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പണി വരുന്നുണ്ട് പറച്ച എന്ന് പറഞ്ഞ പോലെയായിപ്പോയി. ഇതാ ഇവൻ തിരണ്ടി. ഇവനെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ആയിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ എന്നാ ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ട് തന്നെയല്ലേ, ഇച്ചിരി കഷ്ടപ്പെട്ടാലെന്താ, അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സുഖമുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കാം. ചൂടുവെള്ളത്തിൽ ഇവനെ കുളിപ്പിച്ചെടുക്കണ്ടേ. ആദ്യം തന്നെ നമുക്കിതാ എടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് ഇതിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു ശകുനപ്പഴയായിട്ട് തോന്നി. ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമുക്കവനെ ചൂടുവെള്ളത്തിൽ ഇട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം. വെള്ളത്തിൽ പറ്റക്കായെല്ലാം കടലും കിടന്നങ്ങട്ട് ആർമാദിച്ചവരല്ലേ, ഇനി ഇച്ചിരി നേരം ചൂടിക്കിടന്നങ്ങട്ട് ആർമാദിക്കട്ടെ അല്ലേ. തിരിച്ചും മറിച്ചും ഇട്ട് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇത് കത്തിയിട്ട് നോക്കുന്നത് പോരാറായോ എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയില്ലേ ഇളകി പോരാറായോ എന്നുള്ളതാണ് കേട്ടോ. അത് നമുക്ക് വലിയ പിടിയില്ല, എന്നാലും അത് നമ്മൾ വലിയ പിടിയിലെന്ന് വെച്ചാൽ സ്ഥിരം നമ്മൾ മേടിക്കാറില്ലല്ലോ. ഇതൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നത്. അപ്പം കുറേ പ്രാവശ്യം ചെയ്തതല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ക്ലിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അതാ പിന്നെയും ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. ശശാങ്കനങ്ങനെ കിടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആളിളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് ക്ലീനൊക്കെ ആക്കാമല്ലോ എന്നോർത്ത് അതിൽ നിന്ന് എടുത്തു നല്ലപോലെ ക്ലീനാക്കിയതാ, വെട്ടി കഷ്ണങ്ങളാക്കിയതാ. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കറി വെച്ച് ഞാനിവിടെ വറുത്തരച്ചിട്ടുള്ള കറിയാണ് വെക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഒന്ന് നേരത്തെ ഇട്ടിട്ടുള്ള കാരണം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിനകത്തറിയാമല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ വറുത്ത് വെച്ചു. പിന്നെ കടുകിട്ടു, പിന്നെ സവാളയും പച്ചമുളകും കൂടി മൂപ്പിച്ചു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ചതാണ് ഇട്ടത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടെ ചേർത്തു. പുളിവെള്ളം ഒഴിച്ചു, കറിവേപ്പിലയൊക്കെ ഇട്ടു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള കാരണം ഞാൻ അതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ കഴിക്കണം, രാവിലെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കണം. പിന്നെ ഞാൻ 2-3 വറുത്തു. കറി വെക്കണൊക്കെ നല്ലത് വറക്കണതാട്ടോ. എൻ്റെ പൊന്നേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തതായിരുന്നു, മറന്നുപോയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.